ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷെർനാസ് വേൾഡ്. അപ്പൊ ഞാൻ ഇന്ന് എന്റെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാനിപ്പോ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ച് അപ്പൊ എല്ലാം വാരി വലിച്ചിടാതെ ഓരോരോ സെക്ഷനായിട്ട് കാണിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ നമ്മുടെ ബേബിയുടെ സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ കൊട്ടയിലേക്ക് ബേബിയുടെ സാധനങ്ങളെല്ലാം വെക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ വെക്കണത് 2 ഡ്രൈ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാനായിട്ട്, ബെഡിൽ ഇരിക്കാനായിട്ട്. ഞാനിപ്പോ ആദ്യം ലേബർ റൂമിലേക്ക് എടുക്കേണ്ടത് ആദ്യം നമുക്ക് വെക്കണമല്ലോ. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ റൂമിൽ ചെന്നിട്ടുള്ള സാധനങ്ങളാണ് ആദ്യം വെക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ലേബർ റൂമിലേക്കുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങൾ ഞാൻ മേളിൽ വെക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഡ്രൈ ഷീറ്റാണ് ആദ്യം വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ എന്താ ഇങ്ങനെ ബേബിയുടെ എല്ലാ സാധനങ്ങളും അലക്കി തേച്ച് ഓരോ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെല്ലാം എടുക്കുന്നത് നമ്മുടെ ബൈസ്റ്റാൻഡർ ആയിരിക്കും. അപ്പൊ അമ്മക്ക് ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ സെക്ഷൻ ഞാൻ ബേസ് തിരിച്ച് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഇതിൽ ഞാനിപ്പോ കുഞ്ഞാവക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചിട്ടിട്ട് പോകാനായിട്ട് ഒരു നിക്കറും ബനിയാനും പിന്നെ അതേപോലെ തന്നെ 2 റോംബർ സെറ്റും എടുത്തിട്ടുണ്ട് കുഞ്ഞാവക്ക് അവിടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പാക്കറ്റിൽ വെച്ചേക്കുന്നത്. പിന്നെ അടുത്ത ഞാൻ വെക്കാൻ പോണത് ജബ്ലാസ് ആണ്. എന്ന് വെച്ചാൽ കുട്ടികളുടെ കെട്ടുടുപ്പാണ്. ഇത് ഇത്രയും വേണോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഒരു 10 എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അത് നമുക്ക് ഈ പാക്കറ്റിലാക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ 2 ബാത്തിങ് ടവലും പിന്നെ ഫേസ് ടവലാണ് എടുത്തേക്കണം. ബാത്ത് ടവല് നമുക്കിപ്പോ കുട്ടികൾ അവിടെ തുടക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം മുക്കി തുടക്കാനും എല്ലാത്തിനും ആവശ്യം വേണ്ടിയിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. പിന്നെ ഇതറിയാലോ, ഫേസ് തുടക്കാൻ നെക്കൊക്കെ തുടച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ ഈ 2 കൂടി നമുക്ക് ഈ പാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ വെച്ചു കൊടുക്കാം. പിന്നെ അതേപോലെ ഒരു കുഞ്ഞു പാക്കറ്റിൽ ഞാൻ ക്യാപ്പും മെറ്റൽസിന്റെ 2 സെറ്റും പിന്നെ കുഞ്ഞു സോക്സിന്റെ ഒരു 4 സെറ്റും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിരുന്ന കുട്ടികളുടെ ടർക്കി. ഇതിപ്പോ ഞാൻ ഒരു 3 സെറ്റ് ടർക്കിയാണ് വെച്ചേക്കണത്. ഇത്രയും പോരെന്നാ എന്റെ ചേച്ചി പറഞ്ഞേക്കണ. ടർക്കിയാണ് അത്യാവശ്യം കൂടുതൽ വേണ്ടതെന്നാ പറഞ്ഞേക്കണ. അപ്പൊ ഞാൻ ഒത്തിരി എല്ലാം വാരി വലിച്ചു കൊണ്ടുപോവാതെ ഇപ്പൊ ഒരു 3 ടർക്കി എടുത്തേക്കണത്. പിന്നെ ഒരു ടർക്കി റിസീവിങ് ടവലും ഉണ്ട്. ഒരെണ്ണം ലേബർ റൂമിൽ വെച്ച് കൊടുക്കുന്ന ഒരു വൈറ്റ് ടർക്കി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു 3 സെറ്റാണ് വെച്ചു കൊടുത്തേക്കണ. ഇനി അഥവാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് മേടിക്കാമല്ലോ നമുക്ക്. അപ്പൊ ഞാൻ ടർക്കിയും വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ എടുത്തേക്കണത് റിസീവിങ് ടവലാണ് കേട്ടാ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു ബ്ലാങ്കറ്റ് ടർക്കിയാണ്. ആ ഷോപ്പിംഗ് വീഡിയോയിലും പറഞ്ഞായിരുന്നു. ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പൊ അതിനെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് ഞാൻ ലേബർ റൂമിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. ഇതിനാണ് എടുക്കുന്നില്ല കേട്ടോ പുറത്തേക്ക്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് ഒരു വൈറ്റ് ക്ലോത്തിന്റെ ഒരു മുണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് ടർക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചിന് ഒരു കെട്ടുടുപ്പും ഒരു പാമ്പേഴ്സും ഇങ്ങനെ എല്ലാം കൂടിയിട്ട് ലേബർ റൂമിൽ കൊടുക്കാനായിട്ട് ഒരു പാക്കായിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. പാമ്പേഴ്സിനെ ഇപ്പൊ ഒരെണ്ണമാണ് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. കാരണം എല്ലാരും പറഞ്ഞ് നമ്മൾ ഫുൾ പാക്കോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ച് കിട്ടില്ല, അതുകൊണ്ട് ഒരെണ്ണം വെച്ചാൽ മതി എന്നാ പറഞ്ഞത്. അപ്പൊ ഞാനതൊരു പാക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ കുഞ്ഞ് പാക്കറ്റിൽ ഒരു പാരഷൂട്ട് വെളിച്ചെണ്ണയും ഡെറ്റോളും പിന്നെ ഒരു ബേബി സോപ്പും. ഇത് ആവശ്യമുണ്ടോന്ന് എനിക്കറിയില്ല, എന്നാലും ചോദിച്ചാലോ. ചിലർക്ക് ഓയില് ചോദിക്കുമെന്ന് പറയുന്നുണ്ട്, ചിലർ ചോദിക്കില്ല. ചിലര് സോപ്പ് ചോദിക്കും, ചിലര് സോപ്പ് ചോദിക്കില്ല എന്നൊക്കെയാ പറയണത്. അപ്പൊ ഞാൻ എന്തായാലും വെച്ചേക്കാം, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അന്നേരം എടുക്കാലോ എന്ന് ഓർത്ത് വെച്ചിട്ടുണ്ട്.
അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബേബിയുടെ ഇതെല്ലാം വെച്ചേക്കുന്നത്. അപ്പൊ ഇത് ക്ലോസ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ അടുത്തത് എന്റെ ഹോസ്പിറ്റൽ ബാഗാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനെ വെച്ച് കൊടുക്കുന്നത് ഒരു പാക്കറ്റിലായിട്ട് എന്റെ ഇന്നർവെയേഴ്സും അണ്ടർ സ്കേർട്ടും ടർക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 നൈറ്റി ഫ്രോക്കും ഒരു ഓപ്പൺ നൈറ്റിയും ആണ് വെച്ച് കൊടുത്തേക്കുന്നത് അവിടെ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് വൈറ്റ് ക്ലോത്ത്. അതിനായിട്ട് 2-3 മുണ്ട് അലക്കി തേച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്തായാലും ആവശ്യം വരും. അതിന് ഇവിടെ വീട്ടിലാണ് വെച്ചേക്കണം. അന്നേരം വീട്ടിൽ വന്ന് എടുക്കാമല്ലോ എന്ന് ഓർത്ത് എല്ലാം കൂടി ഞാൻ കൊണ്ടുപോകുന്നില്ല. അപ്പൊ കുറച്ച് ഞാൻ എടുത്ത് പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 പാക്കറ്റ് മെറ്റേണിറ്റി പാഡും വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും എടുത്തിട്ടുണ്ട്. കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് ക്ലോത്തും മുണ്ടായിരിക്കും നമുക്ക് ഉടുപ്പിക്കണതും. 5 ദിവസം വൈറ്റ് മുണ്ടും വൈറ്റ് ക്ലോത്തും തന്നെയായിരിക്കും നമ്മൾ ഉടുക്കേണ്ടതും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. വേറെ ഞാൻ ഇവിടെ ബാക്കി അലക്കി തേച്ച് വെച്ചിട്ടുണ്ട്. അഥവാ ഓപ്പറേഷൻ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് എടുത്താൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇത് ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇട്ട് ജസ്റ്റ് ഇടാനായിട്ട് 2 ഷോളും കൂടി വെച്ചിട്ടുണ്ട്, സ്കാർഫ്. പിന്നെ ഇതാ ലേബർ റൂമിൽ ചോദിക്കുമ്പോൾ കൊടുക്കാനായിട്ട് ഞാനിങ്ങനെ ഒരു വലിയൊരു പാക്കറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ വെച്ചേക്കുന്നത് ഒരു വൈറ്റ് ക്ലോത്ത് വെച്ചിട്ടുണ്ട്, ഒരു മുണ്ട്, പിന്നെ നമ്മുടെ ഒരു മെറ്റേണിറ്റി പാഡ്, ഇന്നർവെയേഴ്സും അണ്ടർ സ്കേർട്ടും, പിന്നെ ഒരു ഓപ്പൺ നൈറ്റിയാണ് വെച്ചേക്കുന്നത്. ഇതിപ്പോ ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ നൈറ്റിയുടെ അണ്ടർ സ്കേർട്ടിന്റെ ആവശ്യമില്ല. അന്നേരം നമ്മൾ വൈറ്റ് ഷർട്ടും മുണ്ടും കൊടുത്തിട്ടായിരിക്കും ലേബർ റൂമിലേക്ക് പോകുന്നത്. അപ്പൊ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചോദിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു പാക്കേജിലേക്ക് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇതപ്പൊ നമുക്ക് മേളിൽ തന്നെ വെച്ചു കൊടുക്കാം. പിന്നെ വെക്കാനുള്ളത് ഇപ്പൊ എന്റെ എല്ലാം ഓൾമോസ്റ്റ് വെച്ചതിന്. പിന്നെ ഇത് ബേബിയുടെ വൈപ്സും പിന്നെ ഒരു ഫീഡിങ് ബോട്ടിലും പാമ്പേഴ്സും ആണ്. ഇത് അതിൽ വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എന്റെ ബാഗിലേക്ക് ഞാൻ വെക്കണേ കേട്ടോ. അപ്പൊ എന്റെ ബാഗ് പാക്കിങ് ആയിനി. അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്തോളാം. ഇനി ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് അല്ലറ സാധനങ്ങളാണ് പാക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ അത് 2 ബെഡ്ഷീറ്റ് വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ കുറച്ച് ന്യൂസ് പേപ്പറും പ്ലാസ്റ്റിക് കവറും വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ നമുക്കിപ്പോ പാഡ് എന്തെങ്കിലുമൊക്കെ ഡിസ്പോസിബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊതിന് ബാസ്ക്കറ്റിൽ ഇടാനായിട്ടും, പിന്നെ അതുപോലെ നമ്മുടെ മുഷിന്റെ തുണിയൊക്കെ വീട്ടിലേക്ക് കൊടുത്തയക്കാനായിട്ടാണ് ഞാൻ പ്ലാസ്റ്റിക് കവർ വെച്ചേക്കുന്നത്. പിന്നെതാ 2 പ്ലേറ്റും 2 സ്പൂണും 2 ഗ്ലാസും ഒരു തൂക്കാത്രം അതും വെച്ചു കൊടുക്കാം. പിന്നെ ഏറ്റവും ഉപകാരമുള്ള സാധനമാണ് നമുക്ക് ഫ്ലാസ്ക് എന്തായാലും കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യം കട്ടൻ ചായയും വെള്ളമായിരിക്കും എന്നാണ് പറയണത്, എനിക്കറിയില്ല. അപ്പൊ അതിനെന്തായാലും നമുക്ക് ഫ്ലാസ്ക് വേണം. പിന്നെ ഇതായ ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ ഒരു ബോക്സിലായിട്ടാണ് വെച്ചേക്കുന്നത്. ഇതിലാണ് വെച്ചേക്കുന്നത് ഒരു ബോഡി വാഷ്, ഒരു ഫേസ് വാഷ്, ഷാമ്പു, പിന്നെ ഞങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ബ്രഷും പേസ്റ്റും, ഒരു കത്രികയും ഒരു കത്തിയും. അത്രയും സാധനങ്ങളാണ് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഒരു പാത്രം കഴുകാനൊക്കെ ആയിട്ടുള്ള ഒരു സോപ്പും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പാക്കിങ് വരുന്നത്. അത് ഞാനേക്ക് വെച്ചിട്ടുണ്ട്.
പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ബാഗിലാണ് നമ്മുടെ ഫയലും ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ വെച്ചേക്കുന്നത്. എന്തായാലും ഹോസ്പിറ്റലിൽ പോകാൻ മറക്കാതെ കൊണ്ടുപോകണം. പിന്നെ ഞാൻ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റും ഒരു കപ്പും വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് കുടിക്കാൻ നേരത്തൊക്കെ ചൂടുവെള്ളം പിടിക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ ഇത് കൊണ്ടുപോകുന്നത്. പിന്നെ ചിലവര് ബേസനൊക്കെ കൊണ്ടുപോകും. അതൊന്നും ഞാൻ വാങ്ങിച്ചില്ല, കാരണം ഹോസ്പിറ്റലിൽ ഇപ്പൊ തുണിയൊന്നും വാഷ് ചെയ്യിപ്പിക്കുന്നില്ലെന്നാണ് പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അതാ വേണമെങ്കിൽ അവിടെ നിന്ന് മേടിക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബാക്ക് പാക്കിന് വരുന്നത്. ഇതിപ്പോ ഞാൻ കുറച്ചൊക്കെ യൂട്യൂബ് വീഡിയോസും പിന്നെ എൻ്റെ ചേച്ചിമാര് പറഞ്ഞ അറിവ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയേക്കണം. ഞാൻ ഇതിലെന്തെങ്കിലും വെക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.